നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരുക്കങ്ങൾ ബി.ജെ.പി. തുടങ്ങിവെച്ച സാഹചര്യത്തിൽ കോൺഗ്രസിലും ചില ചർച്ചകൾ സജീവമാകുന്നുണ്ട്. കൃത്യമായി ആരെല്ലാം ഏതെല്ലാം മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് തീരുമാനമായില്ലെങ്കിലും ഒറ്റപ്പെട്ടതും ശക്തവുമായ നീക്കം കോൺഗ്രസ് നടത്തുന്നുണ്ട്. ബി.ജെ.പി. പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ ശ്രദ്ധേയമായ ഒരു നീക്കമുണ്ടായിരുന്നു. കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു അത്. വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് കെ മുരളീധരനെ നിർത്തിയാൽ തടുക്കാനായി വേണ്ടിയായിരുന്നു ആ നീക്കം. എന്നാൽ കോൺഗ്രസിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ തന്നെ മത്സരിക്കുമെന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പോരാട്ട വേദിയായി വട്ടിയൂർക്കാവ് മാറും. കോൺഗ്രസിനെ അലട്ടുന്ന അടുത്ത മണ്ഡലം കണ്ണൂരാണ്. കണ്ണൂരിൽ കോൺഗ്രസ് എംപിമാർ കളത്തിലിറങ്ങുന്നു എന്ന് വാർത്തകളുണ്ടായിരുന്നു. മണ്ഡലങ്ങളിൽ എംപിമാർ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. കണ്ണൂരിൽ നിന്നും ജനവിധി തേടാൻ കെ.പി.സി.സി. മുൻ അധ്യക്ഷൻ കെ സുധാകരൻ തയ്യാറെടുക്കുന്നുവെന്നായിരുന്നു ലഭിച്ച വിവരം. പാലക്കാട് മത്സരിക്കാൻ ഷാഫി പറമ്പിൽ, ആറന്മുളയിൽ ആന്റോ ആന്റണി, അടൂരിൽ കൊടിക്കുന്നിൽ സുരേഷ്, കോന്നിയിൽ അടൂർ പ്രകാശ്, തിരുവനന്തപുരത്ത് നിന്നും മത്സരിക്കാൻ ശശി തരൂർ എം.പിയും താൽപ്പര്യമുണ്ട് എന്നതാണ് വിവരം വന്നിരുന്നത്. എംപിമാർ മത്സര സന്നദ്ധത എ.ഐ.സി.സിയെ അറിയിച്ചതായിരുന്നു സൂചനയുമുണ്ടായിരുന്നത്. ഭൂരിപക്ഷം നേതാക്കളും മത്സരിക്കാൻ താൽപ്പര്യപ്പെടുന്നതിനൊപ്പം തന്നെ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിൽ കൂടി ചില മുതിർന്ന നേതാക്കൾക്കുമുണ്ടായിരുന്നു. കെ.പി.സി.സി. അധ്യക്ഷ പദവി ഒഴിഞ്ഞ ഘട്ടത്തിൽ തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ സുധാകരൻ ഹൈക്കമാൻഡിനെ സന്നദ്ധത അറിയിച്ചിരുന്നതാണ്. സുധാകരൻ അഴീക്കോട് മത്സരിക്കട്ടെ എന്ന അഭിപ്രായവും നേതാക്കൾക്കിടയിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിലായിരുന്നു ഷാഫി പറമ്പിൽ പാലക്കാട് വിട്ട് വടകരയിലേക്ക് എത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കാൻ ഷാഫി നേതൃത്വത്തെ താൽപ്പര്യം അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച ചോദ്യത്തോട് തമാശ രൂപേണയായിരുന്നു കെ.പി.സി.സി. അധ്യക്ഷനായിരുന്ന സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. മത്സരിക്കാൻ ഷാഫിക്ക് താൽപ്പര്യമുണ്ടെങ്കിലും പുയ്യാപ്ലയെ വടകരക്കാർ വിടില്ല എന്നായിരുന്നു സണ്ണി ജോസഫ് പറഞ്ഞത്. അധ്യക്ഷൻ തമാശ പറഞ്ഞതാണെങ്കിലും കൃത്യമായ ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിച്ചതെന്നായിരുന്നു ഷാഫിയുടെ മറുപടി. വടകരയിൽ നിന്നും കൂടുതൽ എം.എൽ.എമാരെ നിയമസഭയിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുമെന്നും ഷാഫി പറമ്പിൽ പറയുകയും ചെയ്തിരുന്നു. പാലക്കാട് ഷാഫി മത്സരിക്കുകയാണെങ്കിൽ സിറ്റിംഗ് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിന് സുരക്ഷിത മണ്ഡലം പാർട്ടി കണ്ടെത്തേണ്ടിയും വരും. ഇങ്ങനെയെല്ലാമാണെങ്കിലും എംപിമാർ മത്സരിക്കുന്നതിനെതിരെ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. പക്ഷേ കോൺഗ്രസ് പാളയത്തിലെ പ്രധാന ചർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എന്നതിൽ തർക്കവുമില്ല.